Good morning, students. Last class നമ്മൾ Kirchhoff's voltage law നെ കുറിച്ച് പഠിച്ചു. So this class will be dealing with Kirchhoff's current law or Kirchhoff's point law. Kirchhoff's current law അല്ലെങ്കിൽ Kirchhoff's point law പറയുന്നത് algebraic sum of currents entering or leaving any node must be equal to 0. അതായത് ഒരു നോഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ ഇവിടെ കാണാം ഒരു നോഡ് ഉണ്ട്. ഒരു നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഉണ്ട്. ഇപ്പോ പല ബ്രാഞ്ചുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഒരു ബ്രാഞ്ച്, രണ്ട് ബ്രാഞ്ച്, മൂന്ന് ബ്രാഞ്ച് അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ 2 ബ്രാഞ്ചുകളായിരിക്കാം, ചിലപ്പോൾ 4 ബ്രാഞ്ചുകളായിരിക്കാം, ചിലപ്പോൾ 5 ബ്രാഞ്ചുകളാവും, എത്ര ബ്രാഞ്ച് വേണേ ആയിക്കോട്ടെ. എനിക്ക് ഒരു നോഡിലേക്ക് വരുന്ന ഓരോ ബ്രാഞ്ചുകളിൽ നിന്ന് വരുന്ന കറന്റുകൾ ഉണ്ടാവില്ലേ. ഇതിലൊരു കറന്റ് ഇങ്ങോട്ട് വരുന്നു, ഇതിലൊരു കറന്റ് ഇങ്ങോട്ട് വരുന്നു, ഇതിൽ കൂടെ ഒരു കറന്റ് പോകുന്നു, leaving. So algebraic sum of these current will be equal to 0 എന്ന് പറയുന്നത്. അതായത് ഈ കറന്റ് ഇതിനെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ 0 ആയിരിക്കുന്ന കിർച്ചോഫ്സ് കറന്റ് ലോ പറയുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറന്റ് ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓൾ കറന്റ്സ് ഫ്ലോയിങ് ടുവേർഡ്സ് ദ നോഡ്, നോഡിലേക്ക് വന്നു ചേരുന്ന കറന്റുകൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ I1 എന്ന് പറഞ്ഞ കറന്റ് നോഡിലേക്ക് വരിക, I2 എന്ന് പറഞ്ഞ കറന്റ് നോഡിലേക്ക് വരിക. പക്ഷെ അതേ സ്ഥലത്ത് I3 എന്ന് പറഞ്ഞ കറന്റ് നോഡിൽ നിന്ന് ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ അപ്പൊ നമ്മുടെ സൈൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ I1 എന്ന് പറഞ്ഞ കറന്റ്, ഇപ്പൊ നോഡിലേക്ക് വരുന്ന കറന്റുകൾക്ക് പോസിറ്റീവ് സൈനും നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറന്റ് നെഗറ്റീവ് സൈനും കൊടുക്കണം. അപ്പൊ I1 നോഡിലേക്ക് വരിക, അതുകൊണ്ട് പോസിറ്റീവ് I1 എഴുതി. I2 നോഡിലേക്ക് വരിക, അതുകൊണ്ട് പോസിറ്റീവ് I2 എഴുതി. I3 നോഡിൽ നിന്ന് ലീവ് ചെയ്യുക, അതുകൊണ്ട് നെഗറ്റീവ് I3 എഴുതി. ഓക്കെ, സോ algebraic sum of currents entering or leaving any node must be equal to 0 എന്ന് പറയുമ്പോൾ ഈ കറന്റ് നോഡിലേക്ക് വരുന്ന കറന്റുകളും നോഡിൽ നിന്ന് പുറത്ത് പോകുന്ന കറന്റുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആൻസർ 0 ആയിരിക്കും. പക്ഷെ അതെങ്ങനെ 0 ആവുന്നത്, അവരുടെ സൈന് കൂടി നോക്കണം. ഓക്കെ, അപ്പോ I1 നോഡിലേക്ക് വരികയാണ് പ്ലസ് I2 നോഡിലേക്ക് വരികയാണ് പ്ലസ് I3 നോഡിൽ നിന്ന് പോവുക. അത് ആ I3 കറന്റ് ആഡ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ അതിന്റെ സൈനും കൂടി ചേർത്ത് ആഡ് ചെയ്യണം. ഓക്കെ, മൈനസ് I3 ആണ്. ഓക്കെ, ഈക്വൽ ടു 0. ഇവിടെ ആൽജിബ്രൈക് സം എന്ന് പറയുമ്പോ ഈ എല്ലാ കറന്റിനും എന്താ പറയാ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഓരോ കറന്റിനും സൈൻ കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, സോ I1 പ്ലസ് I2 മൈനസ് I3 ആയി മാറും. ഓക്കെ, അവിടുത്തെ സം മൈനസ് ആയി മാറും, അഥവാ ലീവ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് അത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ സർക്യൂട്ട് ഷോൺ യൂസിങ് KCL. ഇപ്പൊ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് ഒരു നോഡിന് അവിടെ 3 കറന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ കറന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. KCL പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം, I1 ഇങ്ങോട്ട് വരിക, അതുകൊണ്ട് പ്ലസ് I1, I2 ഇങ്ങോട്ട് വരിക, അതുകൊണ്ട് പ്ലസ് I2, I3 ഇവിടുന്ന് ലീവ് ചെയ്യാൻ, അതുകൊണ്ട് മൈനസ് I3 ഈക്വൽ ടു 0. ഓക്കെ, ഇക്വേഷൻ. ഓക്കെ, അത് നമ്മൾ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യുക. I1 പ്ലസ് I2 I3 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ട്, അപ്പൊ I1 പ്ലസ് I2 ഈക്വൽ ടു I3 ആയി. ഓക്കെ, ഇനി I1 എന്ന് പറയുന്ന കറന്റ് എന്താണ്? I1 എന്ന് പറയുന്ന കറന്റ് ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്, അല്ലെ? അപ്പൊ I1 എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ റെസിസ്റ്ററിന്റെ ഉൾപ്പെടെ പോകുന്ന കറന്റ് അല്ലേ. അപ്പൊ റെസിസ്റ്ററിന്റെ ഉൾപ്പെടെ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റന്റ് അക്രോസ് ദ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റന്റ് റെസിസ്റ്റൻസ്, അല്ലെ? അപ്പൊ VR1 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, സോ VR1 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും I1 എന്ന് പറയുന്നത്, അല്ലെ? I1 എന്ന് പറഞ്ഞ കറന്റ് ഇതിന്റെ ഉൾപ്പെടെ പോകുന്ന കറന്റ് ആണ്, അല്ലെ? അപ്പൊ ഈ അക്രോസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അക്രോസ് റെസിസ്റ്റൻസ്, അതിന്റെ റെസിസ്റ്റൻസ് അല്ലെ I1 എന്ന് പറയുന്നത്. ഇപ്പൊ VR1 ഡിവൈഡഡ് ബൈ R1, അവിടെ R1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് 12 ആണ്, അതുകൊണ്ട് 12 ആയിരിക്കും. അതേപോലെ ഈ കറന്റ് എന്തായിരിക്കും? I2 എന്ന കറന്റ് എന്തായിരിക്കും? ഈ റെസിസ്റ്റൻസ് ഉൾപ്പെടെ അക്രോസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ VR2 ഡിവൈഡഡ് ബൈ R2. ഓക്കെ, അവിടെ R2 ന്റെ വാല്യൂ എത്രയാണ്? 3. അപ്പൊ VR2 ബൈ 3. ഇനി അടുത്ത് ഈ കറന്റ് എന്തായിരിക്കും? I3 ഈക്വൽ ടു VR3 ഡിവൈഡഡ് ബൈ R3. അപ്പൊ VR3 ഡിവൈഡഡ് ബൈ R3 6. ഓക്കെ,
അപ്പൊ ഈ മൂന്ന് I1 നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, I2 ഒരു ഇക്വേഷൻ കിട്ടി, I3 ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ VR1/12 plus VR2/3 equal to VR3/6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് നോക്കാം, ഈ ലൂപ്പ് ഒന്ന് നോക്കാം. ഈ ലൂപ്പിന്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ അകത്ത് V1 എന്ന് പറയുന്നത് VR1 plus VR3 ആണ്. അപ്പൊ നോക്കാം, ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് ആയിരിക്കില്ലേ, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജും ഈ വോൾട്ടേജും കൂടി ആഡ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും. ആസ് പെർ KVL എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, അല്ലാതെ നമുക്ക് പറയാം, KVL വേണമെന്നില്ല, അല്ലാതെ നമുക്ക് പറയാം. കാരണം ഓക്കെ, ഇപ്പൊ നമ്മൾ KVL യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാം. കാരണം ഒരു ലൂപ്പിന്റെ അകത്തിലെ കംപ്ലീറ്റ് വോൾട്ടേജുകൾ ആഡ് ചെയ്യുന്നത് 0 ആയിരിക്കണം. അപ്പൊ ഈ വോൾട്ടേജ് ഈക്വൽ ടു ഇതേ പ്ലസ് ഇതാണ്. അപ്പൊ V1 ഈക്വൽ ടു VR1 പ്ലസ് VR3 ആണ്. അങ്ങനെയാണ് ഞാൻ ഇക്വേഷൻ V1 ഈക്വൽ ടു VR1 പ്ലസ് VR3. അതേപോലെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ പറയുന്ന V2 ഈക്വൽ ടു ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ്. ഈ ലൂപ്പിന്റെ അകത്തിലെ വോൾട്ടേജ് മൊത്തം 0 ആണ്. അപ്പൊ ഈ വോൾട്ടേജ് ഈക്വൽ ടു ഇതേ പ്ലസ് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം KVL യൂസ് ചെയ്തിട്ട്. ഓക്കെ, സംശയം ഉള്ളത്. അപ്പൊ V2 ഈക്വൽ ടു VR2 പ്ലസ് VR3. അപ്പൊ V2 ഈക്വൽ ടു VR2 പ്ലസ് VR3. അപ്പോ ഇത് V1 എന്ന് പറഞ്ഞ 84 ആണ് തന്നിരിക്കുന്നത്, V2 എന്ന് പറയുന്നത് 21 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈക്വൽ ടു 24 എഴുതി, ഈക്വൽ ടു 21 എഴുതി. ഇനി ഞാൻ ഇതൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുന്നു. VR1 ഈക്വൽ ടു 84 മൈനസ് VR3 എഴുതുന്നു. ഇവിടെ നമുക്ക് VR2 എന്ന് പറയുന്നത് 21 മൈനസ് VR3 എഴുതുന്നു. അപ്പൊ VR1 ഉം VR2 ഇക്വേഷൻ ആയി. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷന്റെ അകത്ത് VR1ന്റെ പകരം 84 മൈനസ് VR3 എന്ന് എഴുതുന്നു. ഇവിടെ VR2ന്റെ പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ VR2ന്റെ പകരം എന്ത് ചെയ്യുന്നു? 21 മൈനസ് VR3 എന്ന് എഴുതുന്നു. VR3 അതേപോലെ തന്നെ കിടക്കുന്നത്. ഇതെന്തിനാ ചെയ്യുന്നത്? ഈ ഇക്വേഷന്റെ അകത്ത് ഇപ്പം 1, 2, 3 വേരിയബിൾ അൺനോൺ വേരിയബിൾസ്, 3 അൺനോൺ വേരിയബിൾസ് ഒരൊറ്റ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഇക്വേഷനകത്തിലെ കംപ്ലീറ്റ് ഒറ്റ വേരിയബിൾ ആയി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ VR3 എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, ഇവിടെ VR3 എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, ഇവിടെ VR3 എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ഇനി ഒരു ഇക്വേഷൻ ഒരു വേരിയബിൾ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ LCM ഇത് 12 ഡിവൈഡഡ് ബൈ 12 അല്ലേ? ഇവിടെ ഡിവൈഡ് ബൈ 3, ഇവിടെ ഡിവൈഡ് ബൈ 6 ആ. അപ്പൊ നമ്മൾ ആദ്യം നിന്ന് LCM അങ്ങ് സെയിം ആക്കുന്നത്. ഇവിടെ ഡിവൈഡ് ബൈ 3 ആയതുകൊണ്ട് മുകളിലും താഴെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും മാറും 4 into 21 മൈനസ് VR3 താഴെ 12 ആയി മാറും. അതേപോലെ ഇതിന്റെ എന്താ, നമ്മൾ ഇതിന്റെ 12 3 6 LCM എടുക്കുമ്പോൾ 12 ആണ്. അപ്പൊ ഇത് 12 ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 12 ആക്കണം. ഇതിനെ 12 ആക്കണം എന്താ, 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം മുകളിലും താഴെയും. അപ്പൊ ഇതെന്തായി മാറും 2VR3/12 ആയി മാറും. ഇപ്പൊ ഡിനോമിനേറ്റർ എല്ലാത്തിനും 12 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 12 നെഗ്ലക്ട് ചെയ്യുക. കാരണം എന്താ, 12 ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പൊ ന്യൂമറേറ്റർ മാത്രമേ ബാക്കിയുണ്ടാവും. അപ്പൊ 84 മൈനസ് VR3, 4 into 21 മൈനസ് VR3 ഇവിടെ എഴുതി, 2VR3 നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇത് നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VR3 24 എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് സോൾവ് ചെയ്താൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. 84 കിട്ടും, മൈനസ് 4VR3 കിട്ടും. അപ്പൊ മൈനസ് 4VR3 VR3 മൈനസ് 5VR3 മൈനസ് 5VR3 പുറത്തേക്ക് പോയാൽ 7VR3 കിട്ടും. ഇത് 84 168 ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ VR3 24 വോൾട്ട് എന്ന് കിട്ടും. VR3 24 വോൾട്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് V1 കണ്ടിട്ട് VR1 കണ്ടിച്ചൂടെ? കാരണം 84 മൈനസ് VR3 അല്ലെങ്കിൽ VR1. അപ്പൊ നിങ്ങൾക്ക് 84 മൈനസ് 24 ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും VR1. ഓക്കെ, അതേപോലെ VR2 കണ്ടുപിടിച്ചൂടെ? 21 മൈനസ് VR3 അല്ലേ? VR3 21 പോയാൽ മൈനസ് 3. അപ്പൊ VR2 നമുക്ക് കിട്ടിയത് പ്രകാരം. ഓക്കെ, ഇപ്പൊ VR2 കിട്ടി. അപ്പൊ VR1 60 കിട്ടി, VR2 എന്ന് പറയുന്നത് -3 വോൾട്ട് കിട്ടി, VR3 എന്ന് പറയുന്നത് 24 വോൾട്ട് കിട്ടി. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? I1, I2, I3 കണ്ടുപിടിക്കാൻ പറഞ്ഞു. വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ സർക്യൂട്ട്.
അപ്പൊ ഇനി നമുക്ക് I1 ഇക്വേഷൻ പറഞ്ഞില്ലേ VR1/12 നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കുന്നു അല്ലെ. VR1 നിങ്ങൾക്ക് എത്ര കിട്ടി 60. അപ്പൊ 60/12 എന്ന് കഴിഞ്ഞാൽ I1 എത്രയാ 5 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ. I2 എന്ന് പറഞ്ഞാൽ എന്താ VR2/3 ആണ്. VR2 എത്ര നിങ്ങൾക്ക് കിട്ടിയത് -3 ആണ്. അപ്പൊ -3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും -1 കിട്ടും. ഓക്കെ. ഇനി I3 എന്ന് പറയുന്നത് എത്ര VR3/6 ആണ്. അപ്പൊ VR3 എത്രയായിരുന്നു 24/6 എന്ന് പറഞ്ഞാൽ 4 ആംപിയർ. അപ്പൊ I1 കിട്ടി, I2 കിട്ടി, I3 കിട്ടി. അപ്പൊ ഇവിടെ -1 ആംപിയർ എന്നാണ് കിട്ടിയത്. സൈൻ എന്താ -1 കിട്ടിയത്? നമ്മൾ തന്നിരിക്കുന്ന ഡയറക്ഷൻ അല്ല, നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡയറക്ഷൻ എന്താ? I2 ഡയറക്ഷൻ എങ്ങോട്ടാണ് തന്നിരിക്കുന്നത്? ഈ നോഡിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ വാല്യൂ എന്താ കിട്ടിയത്? -1 ആംപിയർ എന്നാണ്. നെഗറ്റീവ് സൈനിന് അതിന്റെ മീനിങ് എന്താ? നമ്മൾ എന്ത് ഡയറക്ഷൻ ആണോ എടുത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല ഡയറക്ഷൻ. അതായത് I2 ഡയറക്ഷൻ നോഡിലേക്കല്ല, I2 അവേ ഫ്രം നോഡാണ്, നോഡിൽ നിന്ന് പുറത്തോട്ടാണ് പോകേണ്ടത്. So actual direction of currents will be like this. I1 5 ആംപിയർ ഇങ്ങോട്ടേക്ക് വരുന്നു, I2 പുറത്തേക്ക് പോകുന്നു, I3 അതേപോലെ. I3 ഡയറക്ഷൻ സെയിം, പക്ഷെ I2 ചേഞ്ച് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം 5 ആംപിയർ ഇതിൽ കൂടെ വന്ന് 4 ആംപിയർ ഇങ്ങോട്ട് പോയി, 1 ആംപിയർ ഇങ്ങോട്ടേക്ക് പോകും. കറക്റ്റ് അല്ലേ? So this is how we solve the KCL problems. അടുത്തത് സൂപ്പർ പൊസിഷൻ തിയറം ആണ്. ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെ കറണ്ട് സോഴ്സുകൾ ഏതെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സിനെ ഇല്ലാതാക്കിയിട്ട് മറ്റേ സോഴ്സ് വെച്ചിട്ട് എല്ലാ പാരാമീറ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യും. കറണ്ടോ വോൾട്ടേജോ ഒക്കെ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ അകത്ത് നമുക്കിപ്പോ സപ്പോസ് ഒരു പ്രത്യേക ബ്രാഞ്ചിന്റെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കാം. അപ്പൊ ഈ ആദ്യത്തെ സോഴ്സ് വെച്ചിട്ട് ആ ബ്രാഞ്ചിന് ഉള്ളിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ എടുത്തിരിക്കുന്ന വോൾട്ടേജ് സോഴ്സിനെ ഇല്ലാതാക്കിയിട്ട് മറ്റേ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് വീണ്ടും എല്ലാ കാൽക്കുലേഷൻ ചെയ്തിട്ട് അതേ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കും. ഓക്കെ. എന്നിട്ട് ഈ രണ്ട് കറണ്ടിന് ആഡ് ചെയ്യും. അതായിരിക്കും ആക്ച്വൽ കറണ്ട്. ഓക്കെ. അതായത് സൂപ്പർ പൊസിഷൻ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in a linear bilateral network containing more than one voltage sources, the current through any branch is the algebraic sum of the current produced by each source acting alone at a time when all other sources are replaced by the internal resistance. അതായത് ഇപ്പോ നമ്മളൊരു ഇതിപ്പോ കറണ്ട് സോഴ്സ് ആവാം, വോൾട്ടേജ് സോഴ്സ് ആവാം. ഇപ്പൊ നമ്മള് സപ്പോസ് ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഈ സർക്യൂട്ടിന്റെ കേസിൽ ഇപ്പൊ 2 വോൾട്ടേജ് സോഴ്സ് ആണ്. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ ഈ വോൾട്ടേജ് സോഴ്സിനെ ആദ്യം തന്നെ നമ്മൾ ഇല്ലാതാക്കും, ഏതെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സ്. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും സീരീസ് ആയിട്ട്. ഓക്കെ. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തിട്ട് ആ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം പ്ലേസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയ സ്മോൾ R2 മാത്രം അവിടെ വെച്ചു. ഓക്കെ. എന്നിട്ട് എല്ലാ കാൽക്കുലേഷൻ ചെയ്യും. സപ്പോസ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ഈ R3 കറണ്ട് കണ്ടുപിടിക്കേണ്ടത് വിചാരിച്ചു. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തിട്ട് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ വോൾട്ടേജ് സോഴ്സിന്റെ എഫക്ട് വെച്ചിട്ട് ഈ മൊത്തം കറണ്ട് കണ്ടുപിടിക്കും. അപ്പൊ R3 കൂടെ എത്ര കറണ്ടാ കണ്ടുപിടിക്കുന്നത് അതിന് I3' എന്ന് വിളിച്ചു വിചാരിക്കാം. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യും? അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ഈ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഷോർട്ട് ചെയ്തിട്ട് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം പ്ലേസ് ചെയ്യും R1. എന്നിട്ട് ഈ വോൾട്ടേജ് സോഴ്സിനെ വീണ്ടും എടുക്കും, ആ വോൾട്ടേജ് സോഴ്സിനെ എടുക്കും. എന്നിട്ട് ഈ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടുള്ള എല്ലാ കറണ്ട് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ R3 കറണ്ട് കണ്ടുപിടിക്കും. അത് I3" ആണ് വിചാരിച്ചു. ആക്ച്വൽ I3 എന്ന് പറയുന്നത് എന്തായിരിക്കും? I3' പ്ലസ് I3". ഇതായിരിക്കും ആക്ച്വൽ കറണ്ട്. ഓക്കെ. I3' പ്ലസ് I3". ഓക്കെ. അതിന്റെ അകത്ത് ഈ I3' സൈൻ ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ഇതിന്റെ ചിലപ്പോൾ നെഗറ്റീവ് ആവാം, സൈനിൽ വ്യത്യാസം വരാം. ഓക്കെ. അതിനനുസരിച്ച് I3 നമ്മൾ പറയുന്ന I3' പ്ലസ് I3" ആണെങ്കിൽ സൈൻ ചിലപ്പോൾ ഇതിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ -I3 ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇവിടെ സോഴ്സുകളെ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എപ്പോഴും അതിന്റെ സീരീസ് ആയിട്ടായിരിക്കും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പൊ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യുക, സീരീസ് ആയിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യുക. ഇപ്പൊ സോഴ്സ് കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിച്ചോ, ഇത് കറണ്ട് സോഴ്സ് ആട്ടോ.
ഇപ്പൊ കറണ്ട് സോഴ്സ് ആണെങ്കിൽ പാരലൽ ആയിട്ടായിരിക്കും റെസിസ്റ്റൻസ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് സോഴ്സിന് ഓപ്പൺ ആണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഇവിടെ കറണ്ട് സോഴ്സിന് ഓപ്പൺ ചെയ്തിട്ട് ആ ഇന്റേണൽ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് പ്ലേസ് ചെയ്തു. അതായത് ഇപ്പോൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ അങ്ങനെ പാരലൽ ആയിട്ടായിരുന്നു വരിക ഈ സർക്യൂട്ടിന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ എവിടെയാണോ അതുള്ളത് അവിടെ ഷോർട്ട് ചെയ്ത് കളയുക, ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം വെക്കുക. കറണ്ട് സോഴ്സ് ആണെങ്കിൽ എവിടെയാണോ അതുള്ളത് അവിടെ ഓപ്പൺ ചെയ്ത് കളയുക, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിനും എന്ത് ചെയ്യണം, ഷോർട്ട് ചെയ്യണം, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇവിടെ പ്ലേസ് ചെയ്യണം. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ എഫക്ട് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് മാത്രം വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് ചെയ്തിട്ട് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം പ്ലേസ് ചെയ്യും. ഈ വോൾട്ടേജ് സോഴ്സിന് ഷോർട്ട് ചെയ്തിട്ട് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം പ്ലേസ് ചെയ്യും. ഇനി ഇതിപ്പോ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറന്റ് സോഴ്സിന്റെ കേസാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, പ്രാക്ടിക്കൽ വോൾട്ടേജ് അല്ലെ കറന്റ് സോഴ്സിന്റെ കേസിൽ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നെ തന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് ആർ ഇന്റേണൽ വെക്കേണ്ട ആവശ്യമില്ല, ഷോർട്ട് ചെയ്തിട്ട് കാണിച്ചാൽ മതി. ഇവിടെ അതേപോലെ തന്നെ ഷോർട്ട് ചെയ്തിട്ട് കാണിച്ചാൽ മതി, അല്ലെ എടുക്കേണ്ട ആവശ്യമില്ല, ഇന്റേണൽ റെസിസ്റ്റൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുക, കറന്റ് സോഴ്സ് ആണ് അതിനെ ഓപ്പൺ ചെയ്തുവിടുക. നമുക്കൊരു പ്രോബ്ലം നോക്കാതെ വെച്ചിട്ട്, ഫൈൻഡ് ബ്രാഞ്ച് കറന്റ് I1, I2, I3 യൂസിങ് സൂപ്പർപൊസിഷൻ തിയറം. I1 കണ്ടുപിടിക്കണം, I2 കണ്ടുപിടിക്കണം, I3 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ 4.5 വോൾട്ടേജ് സോഴ്സിനെ ഞാൻ ഷോർട്ട് ചെയ്യുന്നു. ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നും തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ല, അതുകൊണ്ട് അതിന്റെ കാര്യം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ഷോർട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന I1 കണ്ടിരിക്കുക, I2 കണ്ടിരിക്കുക, I3 കണ്ടിരിക്കുക. ഞാൻ ഈ രണ്ട് റെസിസ്റ്റൻസ് നോക്കുക, ഇത് പാരലൽ റെസിസ്റ്റൻസ് ആണ് അല്ലെ. ഇതിനെ ശരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. തൽക്കാലം ഇവിടെ വരച്ചിരുന്നാലും അതിന് ഓപ്പോസിറ്റ് ആക്കി വരയ്ക്കാൻ പറ്റും. ഇത് രണ്ടെണ്ണം പാരലൽ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ്, this resistance is in series with parallel combination of this particular thing. Okay, ഇത് രണ്ടത്തിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ, എന്തായിരിക്കും, R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൊത്തത്തിന് എങ്ങനെ വരയ്ക്കാം, ഒരൊറ്റ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാം ഇവിടെ. ഓക്കെ, അതാണ് അത് ഇതിന്റെ കൂടെ സീരീസിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് പറഞ്ഞത് എന്താ എഴുതിയിരിക്കുന്നത്, R4 എന്നാണ് ഞാൻ ഇതിനെ വിളിച്ചിരിക്കുന്നത്. R1 പ്ലസ് R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. കാരണം ഇതിനെ നമുക്ക് പാരലൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിന്റെ ഇക്വലന്റ് കണ്ടുപിടിച്ചൂടെ, R2 into R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. അല്ലെങ്കിൽ എങ്ങനെ ഇതാ 1 by R4 ഇതിന്റെ ഇക്വലന്റ് 1 by ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു 1 by R2 പ്ലസ് 1 by R3. അതിലും കൂടി സോൾവ് ചെയ്ത് വരുമ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 R3 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ആയിരിക്കും. ആ റെസിസ്റ്റൻസ്, ഇതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ പാരലൽ ആയിരിക്കും, ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോൾ അത് പിന്നെ സീരീസ് ആയിരിക്കും R1ന്റെ കൂടെ. അതുകൊണ്ടാണ് R1 പ്ലസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ R2 R3 1 into 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 അല്ലെ, അത് ഇത് വരും 1 പ്ലസ്. ഇനി R1 എന്ന് പറയുന്നത് 1 ആവും. അപ്പൊ 1 പ്ലസ് ഈ സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് R4 എന്ന് പറഞ്ഞാൽ 1.5 കിട്ടും. അപ്പൊ സർക്യൂട്ടിനെ നിങ്ങൾക്ക് ഇങ്ങനെ റീഡ്രോ ചെയ്യാം. ഓക്കെ, 3 വോൾട്ട് അവിടെ വെക്കാം, I1 അവിടെ വെക്കാം. ഈ മൊത്തം സാധനത്തിന് നമുക്ക് R4 എന്ന് പറഞ്ഞ ഇക്വലന്റ് റെസിസ്റ്റൻസ് വെച്ച് റിപ്ലേസ് ചെയ്യാം. ഇനി R4 ഇനി I1 എന്ന് പറയുന്നത് എന്തായിരിക്കും, വോൾട്ടേജ് ബൈ കറന്റ് അല്ലേ. അപ്പൊ I1 ഡാഷ് എന്ന് പറഞ്ഞ I1 ഡാഷ് ആട്ടോ, ഇവിടെ എല്ലാം ഡാഷ് ആയിട്ട് വിളിക്കണേ. അപ്പൊ I1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ 3 by R4 അല്ലെ, 3 by R4. R4 എത്രയും 1.5 ആ. അപ്പൊ 3 by 1.5 2 ആംപിയർ. അതായത് I1 ഡാഷ് എന്ന് പറഞ്ഞ 2 ആംപിയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഈ 2 ആംപിയർ എന്ന് പറഞ്ഞ കറന്റ് ഇതിൽ കൂടെ അങ്ങനെ വന്നിട്ട് അതിന് ഇങ്ങോട്ട് പോവാ, ഇതിനും ഇങ്ങോട്ടും പോവാം അല്ലെ. 2 ആംപിയർ എന്ന് പറഞ്ഞ കറന്റ് ഇതിൽ കൂടെ അങ്ങനെ വന്നിട്ട് രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഇങ്ങനെ പോകുന്ന ലീവ് ചെയ്യുന്നല്ലേ കാണിക്കുന്നതിനോട്. അപ്പൊ ആ കറന്റ് ഇങ്ങോട്ടും പോവാ ഇങ്ങോട്ടും പോവാ. അത് എങ്ങോട്ടായിരിക്കും പോവാ, ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്തിൽ കൂടെ ആയിരിക്കും കറന്റ് പോവാ. ഇവിടെ 1 ആംപിയർ, ഇവിടെ 2 ആംപിയർ. ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് തന്നെ ഡിവൈഡ് ചെയ്ത് പോകും. ഇപ്പൊ 2 3 ഓം ഒക്കെ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷെ ഈ കേസിൽ 1 ഓം അവിടെയും ഇവിടെയും 1 ഓം ആണ് അല്ലെ. അപ്പൊ രണ്ടിന് ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞ കറന്റ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു പോകും ഇങ്ങോട്ട്. അപ്പൊ 2 ആംപിയർ ഇതിൽ കൂടെ വന്ന് 1 ആംപിയർ ഇങ്ങോട്ട് പോകും, 1 ആംപിയർ ഇങ്ങോട്ട് പോകും. ഓക്കെ, സോ I2 ഡാഷ് എത്രയാ, 1 ആംപിയർ. I3 ഡാഷ് എത്രയാ, 1 ആംപിയർ. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ഹാഫ് ആയതുകൊണ്ട് 2 ആംപിയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ അല്ലേ, രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തതുകൊണ്ട് 1 ആംപിയർ. ഓക്കെ, അപ്പൊ നമുക്ക് I1 ഡാഷ് കിട്ടി, I2 ഡാഷ് കിട്ടി, I3 ഡാഷ് കിട്ടി. ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു, ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തിട്ട് ഇതിന്റെ എഫക്ട് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ഓക്കെ,
അപ്പൊ ഇതിനെ ഷോർട്ട് ചെയ്തേ, ഇതിനെ മാത്രം വെച്ചു. ഇവിടെ ഇന്റർണൽ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നില്ല, അതുകൊണ്ട് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അഗെയിൻ ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ വരും. അതിന്റെ ഇക്വലന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഇതിന്റെ കൂടെ സീരീസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. ഇത് രണ്ടത്ര ഇക്വലന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനൊരു ഇക്വലന്റ് റെസിസ്റ്റൻസ് വെച്ച് പാരലൽ ആയിട്ട് ഇവിടെ അങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ആ പാരലൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇതിന്റെ കൂടെ സീരീസിലായിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? R2 പ്ലസ് R2 അല്ല R2 പ്ലസ് R1 R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R3. ഓക്കെ, R1 R3 ഡിവൈഡ് ബൈ R3. ഇവിടെ പ്ലസ് R3 ഇല്ല കേട്ടോ, അത് എന്തോ തെറ്റി കിട്ടിയ. ഓക്കെ, R2 ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ R2 പ്ലസ് R1 R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് അപ്പൊ കറക്റ്റ് തന്നെയാണ് അത്, ശരി. അപ്പൊ R2 ഇവിടെ എഴുതി പ്ലസ് R1 R3 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R3, ഒരു ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന കേട്ടോ ഈ ടേം. ഓക്കെ, അപ്പൊ 1 പ്ലസ് 1 into 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 1.5 കിട്ടി ഇക്വലന്റ് റെസിസ്റ്റൻസ് R5. ഓക്കെ, R5 കിട്ടി. ഇനി ഈ സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I2 ഡാഷ് എന്തായിരിക്കും? I2 ഡബിൾ ഡാഷ് എന്തായിരിക്കും? V ബൈ R, അതായത് 4.5 ബൈ R5 അല്ലെ. അപ്പൊ 4.5 ബൈ R5 1.5, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആംപിയർ എന്ന് കിട്ടും. I2 ഡബിൾ ഡാഷ് 3 ആംപിയർ ആണെങ്കിൽ അത് ഇതിൽ കൂടെ അങ്ങനെ വരുമ്പോൾ ഇവിടെയും 1 ഓമോ ഇവിടെയും 1 ഓമോ, രണ്ട് സ്ഥലത്ത് ഈക്വൽ റെസിസ്റ്റൻസ് ആണ്, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ I3 ഡബിൾ ഡാഷ് എന്തായിരിക്കും? 1.5. I1 ഡബിൾ ഡാഷ് എന്തായിരിക്കും? 1.5. ഓക്കെ, 1.5. അപ്പൊ നമുക്ക് രണ്ട് സർക്യൂട്ടിലൂടെ നമുക്ക് ഓരോ കറന്റ് വാല്യൂ കിട്ടി. I1 ഡബിൾ ഡാഷ് 2 ആംപിയർ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഈ നോഡിലേക്കാണ് ഡയറക്ഷൻ I1 ഡാഷിന്റെ, അതിന്റെ വാല്യൂ 2 ആംപിയർ ആണ്. ഇവിടെ I1 ഡാഷിന്റെ ഡയറക്ഷൻ എന്താ? നോഡിൽ നിന്ന് അവയാണ്, പുറത്തോട്ടാണ് പോകുന്നത്. I1 ഡബിൾ ഡാഷ് അതിന്റെ വാല്യൂ എത്ര കിട്ടി? 1.5 ആംപിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 ആംപിയർ കിട്ടി, ഇവിടെ 1.5 കിട്ടി, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മൾ I1 ഡാഷിനെ എങ്ങനെയാ എഴുതുക? I1 ഡാഷ് മൈനസ് I2 ഡാഷിനാണ് I1 ഡബിൾ ഡാഷിനെ എഴുതുക. കാരണം എന്താ? നിങ്ങൾ നോക്കുക, തന്ന ക്വസ്റ്റ്യനിൽ എന്താണോ കറണ്ടിന്റെ ഡയറക്ഷൻ അതാണ് ആക്ച്വൽ ഡയറക്ഷൻ. കറണ്ടിന്റെ I1ന്റെ ആക്ച്വൽ ഡയറക്ഷൻ നോഡിലേക്കുള്ള ഡയറക്ഷനാണ്. അതേ ആക്ച്വൽ ഡയറക്ഷനാണ് I1 ഡാഷും പോകുന്നത്. ഓക്കെ, ആക്ച്വൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്താണോ ഡയറക്ഷൻ അതേ ഡയറക്ഷനിലാണ് I1 ഡാഷ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് I1 ഡാഷ് ആദ്യം എഴുതണം, I1 ഡാഷ്. ഇനി അടുത്തത് നോക്കുക, I1 ഡബിൾ ഡാഷിന്റെ ഡയറക്ഷൻ എന്താ? നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ I1 ഡാഷ് മൈനസ് I1 ഡബിൾ ഡാഷിന് എഴുതണം. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമുക്ക് രണ്ട് രീതിയിൽ, ഒരു വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യാം, മറ്റൊരു വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യാം. I1 ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് രീതിയിലും കണ്ടുപിടിച്ച് I1ന്റെ വാല്യൂവിനെ ആഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. നമ്മൾ ശരിക്കും ആഡ് തന്നെ ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി പോകുക, അതുകൊണ്ട് വരുന്ന മൈനസ് ആണ്. സോ I1 ഡാഷ് മൈനസ് I1 ഡബിൾ ഡാഷ് 2 മൈനസ് 1.5 0.5 ആണ് ആക്ച്വൽ ആൻസർ. ഇനി I2 ഡബിൾ ഡാഷ് I2 ഡാഷിന്റെ നോക്കാം. I2ന്റെ നോക്കാം. I2ന്റെ കറണ്ടിന്റെ വാല്യൂ എന്താ? ജംഗ്ഷനിലേക്ക് വരിക, അതാണ് ആക്ച്വൽ ഡയറക്ഷൻ. ആദ്യത്തെ കേസിൽ കറണ്ടിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആവുന്നത്, ജംഗ്ഷനിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ വരുന്നത്? ജംഗ്ഷനിലേക്ക് വരികയാണ്. അപ്പൊ ഇതാണ് ആദ്യം എഴുതുന്നത്, I2 ഡബിൾ ഡാഷ് മൈനസ് I2 ഡാഷ് എഴുതണം, കാരണം ഇതാണ് ആക്ച്വൽ ഡയറക്ഷൻ. അപ്പൊ I2 ഡബിൾ ഡാഷ് മൈനസ് I2 ഡാഷ്, അപ്പൊ 3 മൈനസ് 1 2 ആംപിയർ എഴുതി. ഇനി അടുത്ത് നോക്കാം, I3ന്റെ ആക്ച്വൽ ഡയറക്ഷൻ എന്താ? താഴോട്ടേക്കാണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ I3 ഡാഷിന്റെ ഡയറക്ഷൻ എന്താ? താഴോട്ട് തന്നെയാണ്. അപ്പൊ സെയിം ഡയറക്ഷനാണ്. അപ്പൊ I3 ഡാഷ്. സെക്കൻഡ് കേസിൽ I3ന്റെ ഡയറക്ഷൻ എന്താ? താഴോട്ടേക്കാണ്. അപ്പൊ I3 ഡാഷ് പ്ലസ് I3 ഡബിൾ ഡാഷ്. ഓക്കെ, I3 പ്ലസ് ഡാഷ് പ്ലസ് I3 ഡബിൾ 1.5 2.5. എന്തുകൊണ്ടാണ്? ആക്ച്വലി നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ സൈൻ അഥവാ അതിന്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, കറണ്ട് ഡയറക്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ മൈനസ് വരും. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ ഡയറക്ഷൻ മാറിയത് കൊണ്ടാണ് ഈ മൈനസ് സൈൻ വരുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ ആഡ് ആയിരുന്നു ചെയ്യേണ്ടത്, പക്ഷെ ഡയറക്ഷൻ മാറിയത് കൊണ്ടാണ് മൈനസ് സൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സൂപ്പർപോസിഷൻ തിയറം വഴി പ്രോബ്ലം സോൾവ് ചെയ്യുക. അടുത്ത തെവനിൻസ് തിയറം. തെവനിൻസ് തിയറം പറയുന്നത്, ഇൻ any linear network consisting of voltage sources and resistance, okay, if viewed from any two terminals in the network, can be replaced by an equivalent voltage source VTH in series with the equivalent resistance RTH. അതായത് ഏതൊരു ലീനിയർ നെറ്റ്വർക്ക് ആയാലും
അതിനകത്ത് ഇപ്പോൾ വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസ് എല്ലാം ഉള്ള ഒരു ലീനിയർ നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇതാണ് ഒരു ലീനിയർ നെറ്റ്വർക്ക് തന്നെ, അതിൻ്റെ അകത്ത് വോൾട്ടേജ് സോഴ്സ് കറന്റ് സോഴ്സ് എല്ലാം ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഈ ഒരു എ ബി എന്ന് പറയുന്ന നോഡ് വഴി ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ലീനിയർ നെറ്റ്വർക്കിന് ഒരു വോൾട്ടേജ് സോഴ്സും അതിന്റെ കൂടെ സീരീസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ് RTH നെറ്റോ, ഇത് ഇവിടെ വാല്യൂ എഴുതാൻ മറന്നുപോയതാ, RTH. ഓക്കെ, സോ ഏതൊരു ലീനിയർ നെറ്റ്വർക്കിന് ഒരു നോഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സും വിത്ത് റെസിസ്റ്റൻസ് RTH ഇൻ സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. അവിടെ VTH എന്ന് പറഞ്ഞാൽ എന്താ, ഈ വോൾട്ടേജ് സോഴ്സ് VTH എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ, തെവെനിൻ വോൾട്ടേജ് ദാറ്റ് വുഡ് അപ്പിയർ അക്രോസ് ദ ടെർമിനൽ AB. അതായത് AB നോഡ് കൂടെ അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ ലോഡ് റെസിസ്റ്റൻസ് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ടെർമിനൽ AB യിൽ കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് VTH എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ലീനിയർ നെറ്റ്വർക്കിനോട് ഒരു ലോഡൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു വിചാരിച്ചാൽ ആ ലോഡ് റെസിസ്റ്റൻസ് എടുത്ത് മാറ്റി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ നോഡിൽ കിട്ടുന്ന വോൾട്ടേജ് ആണ് VTH എന്ന് പറയുന്നത്. അതിന് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയാം, അല്ലെങ്കിൽ തെവെനിൻ വോൾട്ടേജ് എന്ന് പറയും. RTH എന്ന് പറയുമ്പോൾ തെവെനിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് തെവെനിൻ റെസിസ്റ്റൻസ് അക്രോസ് ടെർമിനൽ AB വിത്ത് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട്. അതായത് ഇതിന്റെ അകത്ത് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ ടെർമിനൽ ABന്റെ അവിടെ കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് RTH എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ വേറെ രീതിയിൽ പറയാം, റേഷ്യോ ഓഫ് RTH എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറന്റ് അല്ലേ. അപ്പൊ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, കറന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ്. അപ്പൊ RTH is the ratio of open circuit voltage to short circuit current എന്നും അതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്, ഫൈൻഡ് RTH ബൈ റിമൂവിങ് R. അപ്പൊ ആദ്യം ചെയ്യേണ്ട സർക്യൂട്ടിന്റെ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ RL അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വോൾട്ടേജ് സോഴ്സ് വല്ല സർക്യൂട്ടിന്റെ അതിനെ ഷോർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് RTH കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ അടുത്ത ഫൈൻഡ് VTH അക്രോസ് AB ബൈ റിമൂവിങ് RL എടുത്തു മാറ്റുക. എന്നിട്ട് ഇവിടെ എത്രയാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അത് കണ്ടുപിടിക്കാം. now current IL through RL is given by, അപ്പൊ ലോഡ് റെസിസ്റ്റൻസ് IL കൂടെ ഉള്ള കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VTH ഡിവൈഡഡ് ബൈ, അപ്പൊ ഇങ്ങനെയായല്ലോ സർക്യൂട്ട്. ഇപ്പൊ നമ്മൾ ഈ ലീനിയർ സർക്യൂട്ടിന് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് RTH ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ലോഡ് റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് ഇങ്ങനെയായി. അപ്പൊ ലോഡ് കറന്റ് ILന്റെ വാല്യൂ എന്തായിരിക്കും, ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കറന്റ് വാല്യൂ ILന്റെ വാല്യൂ എന്തായിരിക്കും, VTH ഡിവൈഡഡ് ബൈ RTH. ഈ റെസിസ്റ്റൻസിന്റെ പേര് RTH ഡിവൈഡ് ബൈ RL. ഇതായിരിക്കും തെവനായി ഒരു സർക്യൂട്ടിനെ തെവനായി ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. In a DC network, for maximum power to be transferred from a source to load, the load resistance must be equal to the source or network resistance viewed from output terminal of the network with all voltage and current sources replaced by their internal resistance. അതായത് ഒരു DC നെറ്റ്വർക്കിൽ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവാൻ ചോദിക്കാം. മാക്സിമം പവർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആവേണ്ടത്, സോഴ്സ് വോൾട്ടേജ്, സോഴ്സ് കറന്റ് സോഴ്സ് വോൾട്ടേജ് സോഴ്സ് എന്താണ്, ആ സോഴ്സിൽ നിന്ന് നമ്മുടെ ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോഡിന്റെ റെസിസ്റ്റൻസും സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സോഴ്സിൽ നിന്ന് മാക്സിമം പവർ ലോഡിലേക്ക് പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് RI ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം എന്തായിരിക്കണം, RI ഈക്വൽ ടു RL ആണെങ്കിൽ ഈ വോൾട്ടേജ് സോഴ്സിന് ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പൊ നമുക്കത് ചെക്ക് ചെയ്യാം അതെങ്ങനെ സംഭവിക്കും. കറണ്ട് ലോഡിലേക്ക് പോകുന്ന കറണ്ട് എങ്ങനെയാ എത്രയാണെന്ന് വിചാരിച്ചു, IL ആ കറണ്ട് വിചാരിച്ചു. അപ്പൊ അതെന്തായിരിക്കും, V by RI plus RL. ഈ സർക്യൂട്ടിൽ തന്നെ ഒരു IL എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ IL എന്ന് പറഞ്ഞ കറണ്ട് എന്തായിരിക്കും, V by RI plus RL ആയിരിക്കും. ഓക്കെ, അപ്പൊ പവർ എന്താ, പവർ നമുക്കറിയാം P is equal to I square R ആണ് പവർ. ഇവിടെ കറണ്ട് എന്താ, IL ആണ്. അപ്പൊ IL സ്ക്വയർ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ എന്താ, ലോഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ RL. ഓക്കെ, പവർ ഡ്രോൺ ബൈ ലോഡ് എന്തായിരിക്കും, അപ്പൊ IL സ്ക്വയർ ഇൻറ്റു RL അല്ലെ, കാരണം പവർ എന്ന് പറഞ്ഞാൽ I സ്ക്വയർ R അല്ലേ. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ഇതാ IL ആണ്, ഇതിനെ സംബന്ധിച്ചിടത്തോളം റെസിസ്റ്റൻസ് എന്താ RL. അപ്പൊ പവർ ഡ്രോൺ ബൈ ലോഡ് എന്ന് പറഞ്ഞാൽ IL സ്ക്വയർ ഇൻറ്റു RL. പക്ഷെ IL സ്ക്വയർ എന്താ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, V by RI plus RL അല്ലേ.
അപ്പൊ IL പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, V/RI + RL. അപ്പൊ അതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇനി നമ്മൾ പണ്ട് +2 ഇതിലെല്ലാം മാത്സിൽ പഠിച്ചിട്ടുണ്ട്, മാക്സിമം ഒരു ഇക്വേഷന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ്, മാക്സിമം ഏറ്റവും അതിന്റെ മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഇക്വേഷന്റെ ആ വേരിയബിളിന്റെ ഡിഫറൻഷിയേഷൻ എടുക്കും വിത്ത് റെസ്പെക്ട് ടു ഒരു വേരിയബിൾ, എന്നിട്ട് അതിനെ 0 ഇക്വേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം, ഈ സംഭവത്തിന്റെ കേസിൽ PL = V²RL × RI + RL ഹോൾ സ്ക്വയർ, ഇതിന്റെ മാക്സിമം കണ്ടീഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഡിഫറൻഷിയേഷൻ എടുക്കും വിത്ത് റെസ്പെക്ട് ടു RL. ഓക്കെ, ഇപ്പൊ DPL ഡിവൈഡഡ് ബൈ അതാണ് d/dt ഓഫ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല അതേപോലെ DPL ഡിവൈഡഡ് ബൈ DRL. വിത്ത് റെസ്പെക്ട് ടു RL ഞാൻ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, എന്നിട്ട് അതിനെ 0 ഇക്വേറ്റ് ചെയ്യുക. ഇത് 0 അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഈ സംഭവം വിത്ത് റെസ്പെക്ട് ടു RL ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മുകളിൽ ന്യൂമറേറ്റർ ഫംഗ്ഷൻ, ഡിനോമിനേറ്റർ ഫംഗ്ഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, U/V = നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ, V × U' - U × V' ഡിവൈഡഡ് ബൈ V² എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യില്ലേ. അപ്പൊ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു RL ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RL = RI എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അത് പവർ, അതിന്റെ മീനിങ് എന്താ, പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന പവർ മാക്സിമം എപ്പോഴും ആവുന്നത് RL = RI ആവുമ്പോ മാക്സിമം ആവുന്നത്. ഓക്കെ, നമ്മൾ ഇതെന്തിനാ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ഇക്വേറ്റ് ചെയ്ത് എന്തിനാ വെക്കുന്നത്, എപ്പോഴാണ് ഇതിന് ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന് DPL ഡിവൈഡഡ് ബൈ DRL = 0 ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ കണ്ടീഷൻ RL = RI. അതിന്റെ മീനിങ് പറഞ്ഞാൽ എപ്പോഴാണോ RL = RI ആവുന്നത് അപ്പോഴാണ് ഈ പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷന് മാക്സിമം വാല്യൂ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ RI = RL ആയിരിക്കും. വോൾട്ടേജ് സോഴ്സിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ, നമ്മളിത് വെരിഫൈ ചെയ്ത് നോക്കി, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ ഫംഗ്ഷന് 0 ഇക്വേറ്റ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് കിട്ടിയ കണ്ടീഷൻ എന്താ, RL = RI. അതായത് ഇത് കറക്റ്റ് ആണ്. അതായത് ഈ വോൾട്ടേജ് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന മാക്സിമം പവർ വെൻ RL = RI. ഇനി RL = RI ആവുമ്പോഴേക്കും മാക്സിമം പവർ ഡെലിവർ ചെയ്യുന്നത് ലോഡിലേക്ക്. പക്ഷെ ആ ഡെലിവർ ചെയ്യുന്ന മാക്സിമം പവർ എത്രയാണ്, എത്ര പവറാണ് ഈ വോൾട്ടേജ് സോഴ്സ് ലോഡിലേക്ക് ഡെലിവർ ചെയ്ത് അത് കണ്ടുപിടിക്കണ്ടേ. RL = RI ആവുമ്പോൾ മാക്സിമം പവർ സംഭവിക്കുന്നത്. അപ്പൊ ഇതെടുത്തിട്ട് ഇതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, RI മാറ്റിയിട്ട് RL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. RI = RL ആണ്. അപ്പൊ 2RL എന്ന് വരും. 2RL സ്ക്വയർ എന്താ, 4RL² എന്നാവും. മുകളിൽ ഒരു RL ഉണ്ട്, താഴെ ഒരു RL ഉണ്ട്. ഡിവൈഡ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മാക്സിമം പവർ കിട്ടുന്നത് V²/4RL. അതായത് മാക്സിമം പവർ വോൾട്ടേജ് സോഴ്സിന് ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നത് എത്രയാ, V²/4RL. ഓക്കെ, അതായിരിക്കും മാക്സിമം ഡെലിവർ ചെയ്യുന്ന പവർ. ഓക്കെ, താങ്ക് യു.